കണ്ണു നീറേ ഉള്ളി നൂർ ഇപ്പൊ വന്നിരുന്നേ ഉള്ളൂ. അപ്പക്ക് അവളുടെ കണ്ണുനീറ് എത്രയായി ഒരു കുത്താണ്ടെന്നല്ലേ ഞാൻ എവിടെ എന്റെ അമ്മേക്ക് വയ്യ. പാത്രം നിറഞ്ഞത് ആ വെള്ളം കൊണ്ട്. അതെ ഈ ഇടയ്ക്കൊക്കെ ചെയ്യണേ. ഞാൻ നോക്കിയൊക്കെ അത് അത്രയും നുറുക്കി. എന്റെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം വരുന്നുണ്ടോ നോക്ക്, കണ്ടോ? ഉള്ളിയുടെ കുഴപ്പമാണ് അതില്ലേ. സുകന്യയുടെ അടുത്ത് മാത്രം ഉള്ളി തെറ്റിക്കാണ്. എന്റെ അടുത്ത് നല്ല സന്തോഷത്തിലാണ്. പ്രസിയെ അരിഞ്ഞോ പറഞ്ഞിട്ടാണ്. സുകന്യയുടെ അടുത്ത് ഡോണ്ട് തൊട്ട് പോകരുത് കുട്ടി ഉള്ളി. അങ്ങനെയാണ് കേട്ടോ. ചിക്കൻ ചെറുതാക്കണ്ട സുകന്യ? ഇല്ല, ചിക്കൻ ചെറുതാക്കല്ല. നല്ല ചെറുതാക്കി പറഞ്ഞ നീ ചെറുതാക്കി കഴിഞ്ഞ എന്തിനാ പറ്റി? നമ്മള് എന്താ ഇന്നലെ ചിക്കൻ വാങ്ങണമെന്ന് വിചാരിച്ചാട്ടോ. അപ്പൊ ഇന്നലെ വാങ്ങിയില്ല. ഇന്ന് നമ്മൾ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്നാ ചിക്കനൊക്കെ വാങ്ങി സംഭവം റെഡിയാക്കാന്ന് വിചാരിച്ചു. പെരും മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മുടെ ടാർപ്പായല്ലേ ഇതവിടേക്കാണ് പൊട്ടി. വെച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടേ ഉള്ളൂ. അടുപ്പില് ഉപ്പേരി കറുവത്തുങ്കായ ഉപ്പേരി അടുപ്പത്ത് വെച്ചൊക്കെ കേട്ടോ. ഞാൻ മീനേരേക്ക് ആയിരുന്നു. ഒരു വെളുത്തുള്ളിയും കൂടി ഉണ്ട് കുട്ടിയെ, ഇതെടുക്ക്. അല്ലെങ്കിൽ ആ വെളുത്തുള്ളി നിന്നോട് കരയും. ഇതാ വെളുത്തുള്ളി, വെള്ള കളറിലുള്ള സാധനം വെളുത്തുള്ളി. ഇതാ കണ്ടോ? അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. അത് ഇത് ഉള്ളിയാണോന്ന് കേട്ടോ. കണ്ണൊന്നും പിടിക്കണ്ടായി. ഇവിടെ അടുത്തുള്ള കടയിലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വന്നിട്ടുണ്ട്. സുകന്യ അറിയണേ എടുത്തിയപ്പോ നമുക്കത് വാങ്ങി വെച്ചാലോന്ന്. എന്താ പറഞ്ഞു വെച്ചാല് ആ പണി എന്ത് വെള്ളത്തിലിട്ട് കഴുകണ്? ചുക്കുവെള്ളത്തിലോ? പച്ചവെള്ളത്തിലോ? ചുക്കുവെള്ളം. സുകന്യ ബിരിയാണി അരി ഇല്ലേ, മല്ലിയിലയും പുതിനയിലയും നമ്മൾ എരിഞ്ഞെടുക്കണം കേട്ടോ. ബിരിയാണി അരി ആ ചാക്കില്. പുതിനയുടെ മലം. പൊന്നു എന്താ കാട്ടണ്? മിഠായി കഴുകിട്ടാ തിന്നെ? അമ്പോ ഏട്ടന് എന്താ വിചാരിച്ച്? കുട്ടിയോൾ അങ്ങനെയാണേ, കുട്ടികൾക്ക് ബുദ്ധി വന്നു. അയ്യേ എല്ലാരും കണ്ടുട്ടാ. ഞാന് മുട്ടായി അവനോടില്ലേ മിഞ്ഞാന്ന് ഇതേപോലെ മുട്ടായി കണ്ടിട്ടേ അവൻ പപ്പൂന് വേഗം കാണിച്ചു കൊടുത്തു അത്രേ. ഞാന് ചോദിച്ചപ്പോ ഈ വായനാണ്ട് എടുക്കുകയേ ചെയ്തില്ല അവൻ. താടെ പപ്പൂനെ എവിടെ കൊണ്ടു കൊടുക്കണ? പപ്പൂനെ കൊതിപ്പിക്കുക. നല്ല ഇലയെന്നല്ലോ. ഒന്ന് ചിക്കൻ വാങ്ങാൻ പോയപ്പോ വാങ്ങിയതാണ്. നല്ല പുതിനയില ഇതാണ്ടോ, ഫ്രഷ് ഇല. നമുക്ക് എപ്പോ കിട്ടുമ്പോഴും വാടിക്കൊലച്ചല്ലേ കിട്ടും, ജീവല്ലാത്ത ഇല. കട അടിപൊളി കട. പുട്ടിയൊക്കെ നല്ല സെക്കൻഡ് കോട്ടൊക്കെ ഇട്ടോ. സെക്കൻഡ് കോട്ട് പുട്ടിയൊക്കെ ഇട്ടോ. ഇട്ടുന്നുണ്ട് വരുമ്പോ തെളിയില്ല. ഈ അറിയാ ഇതൊക്കെ നാച്ചുറൽ ആണ് കേട്ടോ. അതൊക്കെ നാച്ചുറൽ. ഇന്ന് എന്താ കുറച്ച് പുട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് പുട്ടി. ഈ വെറുതെ ഓരോന്ന് പറയണ്ട. ബ്രിട്ടീഷ് ക്രീം അങ്ങനെയൊന്നും സുഗന്ധ ചെയ്യേയില്ല. ഞാനൊന്നും പറഞ്ഞില്ല. ഏട്ടനക്ക് ഇങ്ങനെ വെക്കുമ്പോ ഇറച്ചി ഒരുപാട് വേണ്ട. ഇറച്ചി അല്ലെങ്കിൽ ഒരുപാടൊന്നും വേണ്ട. വാങ്ങിക്കൊണ്ടുവന്നത് രാവിലേക്ക് കുട്ടികൾക്ക് ദോശക്ക് എന്തെങ്കിലും ഫുള്ള് അതിലുണ്ട്. അപ്പൊ നമ്മള് ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇപ്പൊ അമ്മേനെയും കൊണ്ട് ആശുപത്രി പോണം. തിങ്കളാഴ്ചയുള്ള പോവാ. ഇപ്പൊ എന്താണ് ഈ നേരത്തെ ദോശ? രാവിലെ ദോശ ഉണ്ടാക്കിയത് ഇപ്പോഴാണ് അവൻ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ രാവിലേക്ക് ദോശക്കിരുന്നോട്ടെ വന്ന് അത് കേട്ടിട്ട് വന്നിട്ടുണ്ട്. നാളേക്കും ദോശക്ക് ആട്ടിയിരിക്കണത്, ഇഡ്ലിക്ക് ആട്ടിയിട്ടില്ല.
എന്തെങ്കിലും ആട്ടുന്നു ആ, പോരെ. അവളല്ലേ എന്റെ അടുത്ത് കേട്ടാ പറഞ്ഞത് ആട്ടാന്. ഞാൻ ആട്ടാനല്ലേ പറഞ്ഞു. ഇല്ലമ്മ അല്ലേ പണ്ടുള്ള ആൾക്ക് ഇങ്ങനെ അതുപോലെ ഞാൻ ആട്ടി. സന്തോഷമായില്ലേ ഗോപിയേട്ട? കേടാ സമ്മതിക്കാൻ പാടില്ലേ? കേടാൻ സമ്മതിക്കാൻ പാടില്ല. അയ്യോ മഴ തുടങ്ങിയുള്ള ഒരു കഷ്ടം വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, തീ കത്തിപ്പിടിക്കുകയല്ലേ. തീ മൊത്തം പുകയാണ് ചെയ്യണത്. നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. തക്കാളി മുറുക്ക്. തക്കാളി മുറിക്കല്ലേ? എന്ത് പേടിയാവൂലേ? നമ്മള് ബിരിയാണി മസാലകളില്ലേ, വേഗം ഉണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടല്ല. ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. മല്ലിച്ചപ്പൊന്നല്ല, ബിരിയാണി മസാലകള്. ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ. നൂറിന്റെ എത്രയാണാവോ 100ന്റെ നെയ്യിന്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. സുകന്യയുടെ അടുത്തില്ലേ ഒക്കെ ചതയ്ക്കാൻ പറഞ്ഞപ്പോ അവള് വേറെ വേറെ ചതച്ച് തന്നേക്കണു. ഇനി അത് അങ്ങോട്ട് മാറി പറഞ്ഞാലല്ലേ പിന്നെ ആദ്യം ഒരിടത്തും പറ്റിയപ്പോ ഒക്കെ പാടെ കൂട്ടിയിട്ടിട്ട്. എന്താ സുകന്യ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇപ്പൊ അരച്ചതിന് ഇഷ്ടപ്പെട്ടത് ഇതെന്തിനാണ് ഇങ്ങനെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടില്ലേ? പിന്നെ സാധനത്തിന് ആദ്യം കോണിക്കഴി അല്ലെ കല്ലടിക്കൂടെ കോങ്ങടൊക്കെ കൊണ്ടുവരും. ബിരിയാണി ആയാലേ അമ്മ കൊണ്ടുള്ളൂ. അതുവരെ ഞാൻ ആരോടും മിണ്ടില്ല. ലഡ്ഡോ? ഇതിന്റെ ഇടയിൽ എന്തിനാ ലഡ്ഡു? അവൾക്ക് തിന്നാനേ, അവൾക്ക് മാത്രം തിന്നാൻ. അവൾ ഒറ്റയ്ക്ക് എടുത്ത് വെച്ച് തിന്നാട്ടെ. എനിക്കൊന്നും തരുന്നല്ല. എന്താ നമ്മള് അമ്മ ഇവിടെ കൊലപാതകം ഉണ്ടാവും. ലഡ്ഡോ അത് ചെറുതായതുകൊണ്ടാണ് സുഖനിക്ക് മതിയാവാഞ്ഞേ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാക്കില്ലേ? അന്ന് ഉണ്ടാക്കിയില്ലേ? മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. ഞാനില്ലാത്ത സമയത്ത് കുഴിമന്തി, എന്താ കുഴിമന്തി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ചില്ലി. എന്താ ഇട്ടുകൊടുത്ത്? മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ദമാറും മുളക് പൊടി ഇട്ട് കൊടുത്തു. കഴിച്ചോട്ടോ. നമ്മള് വീട്ടിൽ പോവുകയാണ് പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കരുത്. തമാശക്ക് പറയാ. എന്താ പിന്നെന്താ, നമ്മൾ പോകുമ്പോ എന്താ വേണ്ടത് പറഞ്ഞു വെച്ചാൽ എപ്പോഴും ഒരാളില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. അല്ലാതെ ഒരാളെ കാത്തു നിൽക്കാൻ പാടില്ല. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതാ ആരേ ഫോൺ എടുത്തിട്ട് പൊന്നൂസ് വരുന്ന നോക്കിയേക്ക്. മടക്കട്ടുള്ള ഇത് ഫോൺ തന്നെയാണ്. എന്തോ ഒരു സാധനം കൊണ്ട് വരുന്നുണ്ട്. അച്ഛന്റെ ഫോണ് തല്ലിക്കളിക്ക്. അച്ഛന്റെ ഫോൺ അത്. കേട്ടതാ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ട്. ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടി കൈക്കല തുണി ഒന്ന് എടുത്തിട്ട് വരും. നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ. അടുപ്പിലൊന്നും കൊണ്ടുവരുന്നിട്ടോ, നോക്കിക്കോ. അവനെന്താ ഫോൺ വെച്ചിട്ട്. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ. ഇതിലേക്ക് താളിയും കൂടി ഇട്ട് കൊടുക്കണ്ട്. ഉണ്ണി വാണ്ടുണ്ണി.
അരി കളയല്ലേ, എന്നാ ബിരിയാണി കഞ്ഞിയാവും. പിന്നെ ചോറ് ചോറില്ലേ? ചോറ് കുറച്ചേ ഉള്ളൂ. ആ അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞ കഞ്ഞിയാവും. അതില് പച്ചവെള്ളം വെച്ച് കുടിക്കേണ്ടി വരും. ഞാൻ ഉപ്പിട്ടെ. എന്താടി? ഞാൻ വാങ്ങാൻ പോയില്ല ഇനി അരി. ഉപ്പിട്ട് കൊടുക്കണ്ട്. കല്ലുപ്പ് ഒരു ദിവസം തുടങ്ങിയിട്ടാ വന്നിട്ട് ഓരോന്ന് പരിക്കല് നോക്കിക്കോ. അതാ ഈശ്വര, കുപ്പി നിറയെ എണ്ണയുള്ളതാ. കുപ്പി നിറയല്ലേ, കുപ്പി പോയതിക്ക് എണ്ണയുള്ളതാ. നമ്മ ഇവിടെ വെച്ചിട്ടോ. നമ്മളിതിക്ക് ചിക്കട്ട് കൊടുക്കണ്ടേ. അതാണല്ലോ പാപ്പ, മല്ലിപ്പൊടി മുളക് പൊടി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കട്ടെ. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കിട്ട് കുറച്ചായല്ലോ അല്ലെ? ബിരിയാണി ഉണ്ടാക്കിട്ട് കുറച്ച്. വെറുതെ അല്ല, ബിരിയാണിന്റെ മണം കേൾക്കുമ്പോ അങ്ങനെ വിശക്കുന്നു. സുനിക്ക് വിശക്കണില്ലേ? അവൾക്ക് അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ. ഞങ്ങള് വീട്ടിൽ പോയപ്പോ കഴിച്ചു. അന്ന് അമ്മയുടെ പിറന്നാളിന് നമ്മള് ബിരിയാണി ഉണ്ടാക്കിയില്ലേ, അപ്പൊ കഴിച്ചു. ഇവിടെ വെച്ചിട്ട് കുറച്ചായിട്ടോ. കുറച്ചായില്ലമ്മ. സുവന്യ ഇടനേരത്ത് ആരും കാണാണ്ട് എന്താ പഠിപ്പിച്ചേ? ഒരു മാസം കഴിഞ്ഞു. വിശക്കണില്ലാന്ന് പറയുന്നത്. ഞാന് അമ്മ വിശക്കാതിരിക്കാൻ കാരണം എന്തൊരു കാരണം ഉണ്ടല്ലോ. ഇതണ്ടേട്ടാ, ഇത് നെയ്യിലുണ്ടാക്കുമ്പോല്ലേ മറ്റേ ഒന്നും കൂടി നന്നായി. അവിടെ അങ്കപ്പെട്ട് നോക്കിയൊക്കെ. മല്ലിയിലയും പുതിനയിലയും കുറച്ച് തരുമോ പൊന്നൂസേ? ഇതാ നമ്മള് മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ആക്കിട്ടോ. എന്താന്നറിയോ, ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടി, ഇതിന്റെ അടപ്പും കൂടി എടുത്തിട്ട് വാ സുകന്യേ. ആരെ കുട്ടിയുടെ മുടി കെട്ടിത്തന്നെ? നമ്മുടെ കുട്ടിയുടെ മുടി ആടെ കെട്ടിത്തന്നെ? നെയ്യിന്റെ നക്കിക്കോട്ടെ. കുറച്ചേ ഉള്ളൂ. ആ നമ്മള് 100 നെയ്യ് ഇതിക്കന്നെ വെച്ചില്ലേ. അടപ്പ് കിട്ടിയോ? ഏത് ഉണ്ടോ അമ്മ? പോയോ അത്? കുറച്ച് പോയി. കുറച്ചുള്ള വേണം ഒഴിച്ചോ. താമുത്തേ പൊന്നു അമ്മക്ക് താമുത്തേ. അച്ഛമ്മക്ക് അത് കൊടുത്തതാടാ. അച്ഛമ്മ ചായ കുടിക്കുമ്പോ എടുത്തിട്ടില്ലേ, അത് അച്ഛമ്മക്ക് എടുത്തു വെച്ചതാണ്. അങ്ങനെ മിടുക്ക നല്ല സ്വഭാവത്തിൽ പറയാം. അച്ഛമ്മ എടുത്തോട്ടെ. ശരി, ഇതാണ് നല്ല സ്വഭാവത്തിൽ പറയുന്നത്. നല്ല സ്വഭാവമാണ് എന്തായാലും. അച്ഛമ്മ എടുക്കുക എന്തൊക്കെ ബാക്കി കാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവമായില്ലേ. അപ്പൊ നീ ഇതേപോലെ നല്ല തിന്നില്ലേ അപ്പൊ? എന്തല്ലാണ്ട് കണ്ടേട്ടാ, കുട്ടി തന്നു. അവൻ മിടുക്കനാണേ. കുട്ടി തന്നു. ഇതില് പെരുംജീരകം ഇട്ട് വെക്കാട്ടെ നമുക്ക്. വാങ്ങിയോ? കനല്ലാത്ത നന്നോ വിറക്? എന്ത് അല്ല, വിറക് അമ്മ എടുത്ത് ചേർന്ന്. ഓ, ഇതിത്തെ വെള്ളം ഇറങ്ങിക്കോളൂ. അടിപൊളി. എന്തേട്ടാ? അച്ഛനെ കാണുമ്പോഴേക്ക് എന്താ അതാ. അയ്യോ, ഇതിലേക്ക് അരിയാക്കാനേ, അരി കഴുകി കുതിരാൻ വെച്ചതാണ്. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടില്ല, കുറച്ച്.
എന്താന്നറിയോ അടുപ്പിലേ തീ കത്തുമ്പോ അടിക്ക് പിടിക്കണ പോലെ ഒരു തോന്നല്. ഇപ്പൊ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാന് വെള്ളം ഒഴിക്കാണ്ട് ചെറിയ തീയിൽ വെക്കാൻ വിചാരിച്ചാണ്. തീ കത്താൻ ഇപ്പൊ ഞാനൊരു ഒരു കൊള്ളിയും കൂടി വെച്ചു. ഇത് അടച്ചേക്കട്ടെ. ഏത് അതോ എത്ര ഈ സമയമാണോ ഓലമ്മ? 8 മണിയാവണേ, 7:45 ആ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വയ്ക്കട്ടെ. വരുന്നോ നമ്മൾ ഇതിക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? മാറ്റിയോ? അതാ സമാധാനായി. നമ്മള് എന്താ ഇതില് ചിക്കനിലും ഇല്ലേ, ചിക്കനില് കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാന് 2 കിലോ അരി എടുത്തേക്കണം. അപ്പൊ ഈ ഒരു പാത്രം നിറച്ച അരിയുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തില് ഒരു പാത്രം വെള്ളവും പിന്നെ ഒരു 3/4 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സമയമുണ്ട്. ഇങ്ങോട്ട് വാ സൊത്തെ. അതാ വിളിക്കണു, കുട്ടി വിളിക്കണു. പോ, ഒന്ന് പോ കുട്ടി. അത് അമ്മയുടെ അടുത്താണ്. കുട്ടി നല്ല സ്വഭാവത്തിൽ വിളിക്കണു കുട്ടിയെ. ഒന്ന് പോ കുട്ടിയെ. ബിരിയാണി ഇപ്പാവും. അപ്പൊ ഒന്ന് കുഞ്ഞൂന് ബിരിയാണി തളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതിക്ക് അതിക്കിടണ്ടേ? അതെ നിനക്ക് തരടാ. എന്തേണ് എന്താ തിന്നാനത്? ഇങ്ങടറങ്ങ അത് കാണാന്. കുഞ്ഞോ, ഇത് നീ തിന്നാൻ പറ്റുന്ന ബിരിയാണിയാണ്. ഇത് നീ തിന്നിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അപ്പോട്ടിനും അച്ചോട്ടിനും പോവും. ഇല്ലമ്മ, ഈ തിന്ന അവരിവിടെ നിൽക്കും. ആ കുറച്ച് ഉപ്പിട്ടിട്ട് മല്ലിയില പുതിനയില ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കട്ടെ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇത് അടച്ച് വെക്കട്ടെ. ഈ നമ്മക്കൊക്കെ വീടാവുമ്പോ മോഡലുകളും മാറും അല്ലമ്മ? പിന്നെന്താ ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ഇതാപ്പോ ഇക്കൊല്ലം ഓരോന്നും ഓരോ പഴയ സാധനങ്ങളൊക്കെ ഇപ്പൊ ഒക്കെ ആൾക്കാർ കൊടുത്തു മാറ്റിയാണ്. ഇത് 65 രൂപയുടെ ബിരിയാണി അരിയാണ് കേട്ടോ. ഈ ബിരിയാണി അരി സൂപ്പർ അരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കടയിൽ പോയി അവിടെ കോങ്ങാട് കടയിൽ പോകുമ്പോ ഈ 65 റുപ്യയുടെ അരി വാങ്ങും. ആദ്യം 60 രൂപയായിരുന്നു. ഇപ്പൊ 5 രൂപ കൂടി. പക്ഷെ നല്ല അരിയല്ലമ്മ? കുഴപ്പമില്ല, നല്ല അരിയാ. മറ്റേത് 90, 110, 125 രൂപയൊക്കെയാണ്. എനിക്ക് കുഴിമന്തിയുടെ അരി അത്ര ഇഷ്ടല്ല. ഞാനതൊരു പ്രാവശ്യം പക്ഷെ ഗൾഫില് കിട്ടോ എന്തോന്നറിയില്ല. എനിക്ക് ആ അരി ഇഷ്ടല്ല. എനിക്ക് ഈ അരിയും കൊണ്ട് ഇഷ്ടം. നമ്മുടെ ബിരിയാണി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് കനലിടുന്നുണ്ടേ. ആ ഇരുമ്പ് വെയില് കാണാനേ ഇല്ല. ഇരുമ്പ് സതിയേട്ടന് കുളിക്കാൻ വെള്ളം വെക്കണ്ടേ? ചൂടാക്കി വെച്ചതാണ്, അത് പാറിയിട്ടുണ്ടാവും. ചൂടാക്കിയപ്പോ പകുതി എടുത്തിട്ട് പകുതിയോടെ വെച്ചതാ. നമ്മളില്ലേ ഇതിന്റെ മുകളിൽ കുറച്ച് കനലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടമ്മു?
അതിപ്പോ കഴിച്ചിട്ടില്ലല്ലോ. അതല്ല പറഞ്ഞത്, ഈ കനൽ എങ്ങനെ ഉണ്ട് ബിരിയാണി വെച്ച് വാങ്ങുകയും ചെയ്തു. എങ്ങനെയുണ്ട് ചോദിച്ചാ കഴിച്ചാലല്ലേ അറിയുള്ളൂ. വെച്ച് വാങ്ങുമ്പോഴൊക്കെ അറിയില്ലല്ലോ. നമ്മുടെ ഇവിടെ പാലക്കാട് കല്ലടിക്കോടൊക്കെ ഉണ്ട് കേട്ടോ ഈ ബിരിയാണി. എനിക്കിഷ്ടം. റാവുത്തർ ബിരിയാണി എന്ന് പറയും ചിലവര്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് ഈ വെള്ളച്ചോറില്ലേ, വെള്ളച്ചോറിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ ഇറച്ചി. പണ്ട് നമ്മുടെ അവൻ തിന്നില്ലാന്ന്. എപ്പോഴും നമ്മള് എന്താ ബിരിയാണി ഉണ്ടാക്കുക പറഞ്ഞു വെച്ചാൽ ആദ്യം റൈസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ചിക്കൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ദമ്മിടുകയാണ് ചെയ്യല്. അപ്പൊ ഇന്ന് ഒരു വ്യത്യസ്തത പിടിച്ചു നോക്കിയപ്പോ എന്താ കഴിച്ചു നോക്കിയിട്ടും കൂടി ഇല്ല, അതിന്റെ മുമ്പ് തന്നെ ഞാൻ തിന്നില്ല. പക്ഷെ അത് കണ്ടറിയാം, അവൻ കൂട്ടാത്തതല്ലേ എരിവ്. പക്ഷെ ആ സോസ് ഒഴിച്ച് കഴിച്ചാൽ മതി. ഇതിന് ഞാൻ കുറച്ച് ദമ്മിട്ടതാ. ഇതാ അടിപൊളിയല്ലോ പറയാ. നമ്മുടെ അടിപൊളിയാണോ? കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാറായില്ലേ? ഈ പാത്രം കൊണ്ട് എടുത്ത് നോക്കിട്ട് കണ്ടോ? ബീഫ് ഇറച്ചിയെന്നോ? ഞാൻ വാങ്ങിക്കൊണ്ട കോഴിയാണ്. ഇനിയിപ്പോ കടന്ന് ബീഫായോ? ഏട്ടാ ഇത് ഉള്ളിക്ക് വെക്കട്ടെ. പാത്രത്തിലായിക്കോ. സാലഡോ ചോറില്ലേട്ടാ? വെന്തൊട്ടിട്ടൊന്നുമില്ല, കണ്ടോ? പാകത്തിന് ഉള്ള വേവേയുള്ളൂ. നമുക്ക് കഴിക്കല്ലേ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് പറയൂ. സൂപ്പറാ? ഓ കുഞ്ഞു നീ കഴിക്കാനട്ടാ. സോനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാലഡ് കൊടുത്തോളിൻ. അപ്പൊ അമ്മ കഴിക്കണില്ലേ? വരും. അമ്മ അവിടെ ഉണ്ട്. എന്താ വെച്ചാല് കിച്ചുവിന്റെ കാല് മുറിഞ്ഞതും കൊണ്ട് പാത്രം എങ്ങനെയുണ്ട്? കണ്ടോ കുട്ടി കഴിക്കുന്ന കണ്ടോ? ബിരിയാണി തിന്ന കുട്ടികളെ എങ്ങനെയുണ്ട് മക്കളെ? സുകന്യ കുട്ടി എങ്ങനെയുണ്ട്? തരേ ഇനി അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങള് വയറ് നിറച്ച് കഴിച്ചോളൂ. എല്ലാത്തേക്കാളിലും നന്നായിട്ടുണ്ടോ? അവന് ചോറ് എല്ലാവരുടെ പാത്രത്തിൽ നിന്നും അവന്റെ പാത്രത്തേക്ക് എടുത്തിടുകയാണേ. അപ്പൊ ഇനി എന്തായാലും വർത്താനം പറയാനിരിക്കില്ല കേട്ടോ. ഒക്കെ ആയില്ലേ, ചൂടോടെ കഴിക്കുന്നതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ അടിപൊളിയായിട്ടുണ്ടെന്ന് കഴിച്ചവരൊക്കെ പറഞ്ഞില്ലേ. ഇനി നമ്മളെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞു വെച്ചല്ലേ നമുക്ക് വിശക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ നമ്മളും കഴിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.